ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബുള്ളറ്റ് മാനു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാന്യ പ്രേക്ഷകർക്ക് ഷിഹാബ് ചോറ്റൂരിൻ്റെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട 105-ാമത്തെ ദിവസത്തെ അപ്ഡേഷനിലേക്ക് ഹാർദമായ സ്വാഗതം. നിങ്ങളെ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഷിഹാബ് യാത്ര ചെയ്തിട്ടില്ല. മിനിയാന്ന്, ഇന്നലെ പകലും ഇന്നും ഇന്നലെ രാത്രിയും യാത്ര ചെയ്തിട്ടില്ല. മിനിയാന്ന് രാത്രി ഏകദേശം 10 മണിയോട് വന്നിട്ട് ഈ ഒരു ഹോട്ടലിൽ, അതായത് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ശരിക്കും പക്ക എന്നാണ് കേട്ടോ. അതായത് ഫരീദ്കോട്ട് ജില്ല, പഞ്ചാബിൽ. നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞു, അതായത് രണ്ടാമത്തെ ജില്ല, പഞ്ചാബിൽ പ്രവേശിച്ചതിന് ശേഷം രണ്ടാമത്തെ ജില്ലയായിട്ടുള്ള ഫരീദ്കോട്ടിലാണ് ഷിഹാബ് എത്തിയിട്ടുള്ളത്. ഏകദേശം 120 കിലോമീറ്ററുകൾ മാത്രമാണ് ഇനി ഷിഹാബിന് യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആ ഒരു ഹോട്ടലിൻ്റെ പുറത്തായിട്ട് കുറച്ച് ആളുകൾ ഷിഹാബിനെ കാണാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ പഞ്ചാബ് പോലീസുകാരൊക്കെ സാന്നിധ്യത്തിൽ ഷിഹാബ് ആ ഒരു ഹോട്ടലിൻ്റെ മുൻവശത്ത് വന്നിട്ട് അവരെയൊക്കെ അഭിസംബോധന ചെയ്ത് അവരുടെ സലാം പറഞ്ഞ് ദുആവസിയത്തൊക്കെ ചെയ്ത് അവർക്ക് പറയാനുള്ളതൊക്കെ കേട്ട് തിരിച്ചു പോയി റെസ്റ്റ് എടുത്ത് ഇൻഷാ അല്ലാഹ് ഇന്ന് യാത്ര തുടങ്ങുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ പഞ്ചാബിലെ ഏകദേശം കുറഞ്ഞ കിലോമീറ്റർ, ഞാൻ പറഞ്ഞു 120 കിലോമീറ്റർ മാത്രമാണ് വാഗ ബോർഡറിലേക്കുള്ള ഷിഹാബ് സഞ്ചരിക്കുന്ന ഇന്ത്യയിലെ അവസാനത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള പഞ്ചാബിൽ. അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാനിലേക്ക്. ഇനി അടുത്ത വലിയൊരു സ്റ്റേറ്റ് ഒരു സ്ഥലം എന്ന് പറഞ്ഞത് നമുക്ക് അമൃത്സറാണ്. അമൃത്സറിലേക്ക് ഏകദേശം 100 കിലോമീറ്ററിൻ്റെ അടുത്തുള്ളൂ. അമൃത്സർ കഴിഞ്ഞാൽ പിന്നെ ഏകദേശം 15 കിലോമീറ്റർ അടുത്ത് മാത്രമാണ് വാഗ ബോർഡറിലേക്കുള്ളത്. അതുപോലെ ആ ഒരു സമയത്ത് ഇന്നലെ വൈകിട്ടും ഷിഹാബിനെ കാണാൻ വേണ്ടിയിട്ട്, ഷിഹാബായെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. അവരോടൊക്കെ കുറച്ച് സമയം ഷിഹാബ് ചിലവഴിച്ച് ആ ഒരു സമയത്തുണ്ടായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ്, ഏകദേശം മഗ്‌രിബ് നിസ്കാരാനന്തരം ഉണ്ടായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ ഒരു ഫാമിലിയൊക്കെ അവിടെ കാണാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് വന്നിരുന്നുണ്ട്. അവരോടൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവരൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്തി അവരൊക്കെ ഷിഹാബിനെ കണ്ടിട്ട് മടങ്ങി പോവാണ്. ഡൽഹിയിൽ നിന്ന് വന്നിട്ട് ഇവരൊക്കെ ഈ ഒരു മോള് നമ്മളോട് സംസാരിച്ച് അതൊക്കെ ഒന്ന് കേൾക്കാം. അപ്പോൾ അവർ നിസ്കാരം കഴിഞ്ഞ് ഷിഹാബ പുറത്ത് വന്ന സമയത്ത് ഷിഹാബായെ കണ്ടിട്ട് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അദ്ദേഹം വളരെ എന്താ പറയുക, അവരൊക്കെ വളരെ ഷിഹാബിനെ കണ്ടിട്ടില്ല ഒരു സന്തോഷത്തിലാണ്. അതായത് അത്രയും ദൂരത്തു നിന്നൊക്കെ ഓടി വന്ന് ഡൽഹിയിൽ നിന്നൊക്കെ വന്നിട്ട് ഹാജിയെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഉള്ള ഒരു സന്തോഷത്തിൽ മടങ്ങിപ്പോകാനുള്ള തിരക്കിലാണ്. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു പഞ്ചാബിലെ നമുക്ക് ഭക്ഷണം തന്നിട്ടുള്ളൊരു വീട്, അതിൻ്റെ പരിസരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കൊണ്ടുപോയിട്ട് പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് റൊട്ടിയും അതുപോലെ തന്നെ ആലു കറി എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ഉരുളക്കിഴങ്ങിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവരോട് കഴിഞ്ഞ ആ ഒരു ചെറിയ കൂരയിൽ ആ ഒരു ചെറിയ കുടുംബം, വളരെ എന്താ പറയുക, വളരെ സന്മനസ്സുള്ള ഒരു കുടുംബം. നമ്മൾ ഇവിടെ ഒരു പള്ളിയിലായിരുന്നു താമസം. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മളോട് ഭക്ഷണം വേണം, ഇന്നലെ അവിടെ നിന്ന് ഭക്ഷണം തന്നിരുന്നു, ഇന്ന് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം പറഞ്ഞപ്പോൾ അത് പറ്റില്ല, നിങ്ങൾ ഞങ്ങളുടെ പിന്നെ എന്താ പറയുക മെഹമാനാണ്, അതായത് നമ്മളെ അതിഥികളാണ്, നിങ്ങളെ സൽക്കരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവപ്പെട്ട വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം അവരുള്ളത് കൊണ്ട് നമ്മൾക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂട്ടിക്കൊണ്ടുപോയി പഠിച്ചവൻ ബർക്കത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഈ ഒരു അവസരത്തിൽ. അതുപോലെ നമ്മൾ കറിയിൽ നിങ്ങൾ കണ്ടു, അത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ. കോഴിമുട്ട നമ്മൾ പുഴുങ്ങണ പോലെയല്ല, അവർ എണ്ണയിലിട്ട് പൊരിക്കുക ചെയ്യണത്.
അപ്പോൾ അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ ഇവരൊക്കെ ഇത് ഷൂട്ട് ചെയ്യാനുള്ള കാരണം ഇവരൊക്കെ യു പിക്കാരാണ്. യു പിയിൽ നിന്ന് വന്നിട്ട് ഈ കൃഷി ചെയ്തിട്ട് ഈ തൽക്കാലമായിട്ട് ഇവിടെ വാടകയ്ക്ക് ജീവിക്കാൻ കേട്ടോ. അതായത് ഈ കൃഷിസ്ഥലം വാടക ചെയ്തിട്ട് ആ കൃഷി എപ്പോഴാണോ അതിൻ്റെ ഉടമസ്ഥ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ അപ്പോൾ അടുത്ത കൂട് തേടി പോകും, അടുത്ത സ്ഥലം തേടി പോവുക ചെയ്യുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ടുള്ള ഇതിനുമ്പോൾ കുറച്ച് അപ്പുറത്തായിരുന്നു. അതിനടുത്തായിട്ട് ഇവർ ചെറിയൊരു പ്രാവിൻ്റെ കൂട് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും പോലെയല്ല, ചെറുതായിട്ട് ഓല കൊണ്ട് ഒരു വീട് പോലെ തന്നെ പ്രാവിനും കൂട് ഒരുക്കിയിട്ട് ഈ ഒരു ഓലക്കൂട്ടിൽ ഡിഷ്, TV, കാര്യങ്ങൾ, ഫ്രിഡ്ജൊക്കെ ഉണ്ട്. എങ്കിലും അവരുടെ ആ ജീവിതശൈലി കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്ക് അത് എന്താ പറയുക, ഒരു ആശ്ചര്യം തോന്നി. കാരണം ഒരുപാട് ആളുകൾ ഇത് വേറെ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞിട്ട്, നമ്മൾ പഞ്ചാബിൽ കണ്ട ദൃശ്യങ്ങളൊന്ന് പകർത്തിയിട്ട് നിങ്ങളെ കാണിക്കുക. അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു ചെറിയൊരു ഈ ഒരു അരികിലൂടെ ആയിട്ട് ഇങ്ങനെ ഒഴുകി പോണത് കാണാം. അതുപോലെ തന്നെ ഇവർക്കുള്ള കുടിവെള്ളമാണിത്. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലെ കുഴൽ കിണറിലെ ചെറിയ കുറഞ്ഞ അടിയിൽ, അതായത് 10, 30, 40 അടിയിലൊക്കെ വെള്ളം, അതായത് നല്ല കുടിവെള്ളമാണ്. നമ്മൾ പറഞ്ഞു രാജസ്ഥാനിലെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ നമുക്ക് കുഴിച്ചെടുത്താൽ ഉപ്പുരസമുള്ള വെള്ളമായിരുന്നു. ഇവിടെ നല്ല നീട്ടാപ്പാനി, നല്ല മധുരമുള്ള നല്ല വെള്ളം, നാട്ടിലെ വെള്ളം പോലെ തന്നെയാണ് ഇവിടുത്തെ. നല്ല ടേസ്റ്റി വെള്ളമാണ്, ഫിൽറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ അവരുടെ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ബോർവെൽ വഴിയിട്ട് കുഴിച്ചെടുത്തിട്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത്. ഈ ഒരു ഓലപ്പുര മഴ പെയ്താലൊക്കെ ചോർന്ന് നിൽക്കുന്ന ഒരു ഓലപ്പുരയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.